ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം എന്താണെന്നോ, ലീഡർഷിപ്പ്. ഇത് കേൾക്കുമ്പോഴേ ചിലർ വിചാരിക്കും, ഈ വീഡിയോ കണ്ടിട്ടൊരു കാര്യമില്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല, പൂച്ചയ്ക്കെന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെയുള്ള മാനസിക ഭാവമായിരിക്കാൻ ചിലർക്ക് ഈ വിഷയം കേൾക്കുമ്പോഴുണ്ടാവുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സിറ്റുവേഷൻസിലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ലീഡേഴ്സാണ്. അല്ലാതെ നേതാവെന്ന് പറയുമ്പോൾ ഉടനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ സ്ഥാപന മേധാവികൾ ഇവർ മാത്രമാണെന്ന് കരുതരുത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും എപ്പോഴെങ്കിലും ഈ ലീഡർഷിപ്പ് റോള് വന്നു ചേർന്നേക്കാം. ചിലരാണെങ്കിൽ ഇതിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കാറുണ്ട്. മാറി നിൽക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്നോ, ഒരുപാട് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാവും. അപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. പ്രിൻസിപ്പൽഷിപ്പ് ഏറ്റെടുക്കേണ്ട സന്ദർഭത്തിൽ എനിക്കും ഇങ്ങനെയുള്ള ചില ചിന്തകളുണ്ടായി. ഞാൻ ചിന്തിച്ചത് എന്താണെന്നോ, ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചിങ്ങിലുള്ള എൻജോയ്മെൻ്റൊക്കെ ഇല്ലാതാവും. കോളേജിലൊക്കെ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത ചില ആളുകളും അത് സപ്പോർട്ട് ചെയ്തു. ശരിയാണ്, പ്രിൻസിപ്പൽഷിപ്പൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അവസാനം ഞാനത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. റിട്ടയർമെൻറ്റിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാമോ? എൻ്റെ പരിപാടികളുടെയൊക്കെ എണ്ണം കൂടി. എവിടെ ചെന്നാലും ആളുകൾ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ് 2 കലാലയങ്ങളിലെ ആ പ്രിൻസിപ്പൽഷിപ്പ്. ഒന്ന് മഹാരാജാസ് കോളേജും 2 KKTM ഗവൺമെൻറ് കോളേജും. കാരണം അത് രണ്ടും വളരെ വിജയപ്രദമായിട്ട് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്നെ ഏറ്റവും അധികം സഹായിച്ചത് ലീഡർഷിപ്പിനെ കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. മെയ് മാസമായപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൽ ചിലർ പറഞ്ഞു, ഈ മാസം ഒരുപാട് പേര് പുതിയ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ഒരു മാസമാണ്. ശരിയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പുതിയ മേധാവികൾ വരുന്നു, മറ്റ് സ്ഥാപനങ്ങളിലും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ കലാലയങ്ങളിലും ഇങ്ങനെ പ്രിൻസിപ്പൽമാർ വരുമ്പോൾ ആളുകൾക്ക് വല്ലാത്ത ആശങ്കയാണ്. അവരൊരു റിസർച്ച് വരെ നടത്താറുണ്ട്, എങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്, ഇയാളുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ്, ഇങ്ങനെ ഒരുപാട് ഗവേഷണം നടത്തും. കാരണം ചിലർ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഒരു കാരണം ഇതേക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു ലീഡർഷിപ്പ് റോൾ എങ്ങനെ വിജയപ്രദമാക്കാം എന്നതിനെക്കുറിച്ചുള്ള 6 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ലോകത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നത് പോലെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരാൾ തലപ്പത്തുണ്ടാവണം, അയാളാണ് ലീഡർ. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടത്തണം, ഇത് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. കാര്യങ്ങൾ നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെക്കുറിച്ചുള്ള ചിന്ത തീർച്ചയായിട്ടും ഒരു ലീഡർക്ക് ഉണ്ടാകണം. അതിനെയാണ് പീപ്പിൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് നമ്മൾ വരുന്നത്, ആ കാര്യം നടക്കുകയും വേണം. കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതിനെ ടാസ്ക് ഓറിയൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ടാസ്ക് ഓറിയൻറ്റേഷനും പീപ്പിൾ ഓറിയൻറ്റേഷനും ഒരുപോലെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്ന ലീഡറെ നമുക്ക് ടീം ലീഡർ എന്ന് വിളിക്കാം. ടീം ലീഡർക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് ലീഡർ എന്നുള്ള വാക്കെടുക്കാം. അതിലെ ഓരോ അക്ഷരവും ടീം ലീഡർക്ക് ഉണ്ടാകേണ്ട പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നു. L, ലിസൺ. പണ്ടൊക്കെ ലീഡർ എന്ന് പറയുമ്പോൾ ലീഡർ സംസാരിക്കും, മറ്റുള്ളവർ അയാളെ ശ്രദ്ധിക്കുക, അയാൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തുക. ഇന്നത് മാറി. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ സമയം കണ്ടെത്തണം. പല കാര്യങ്ങളിലും ലീഡറേക്കാൾ മികച്ചവർ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും ലീഡർഷിപ്പിന് ഗുണകരമാവും. ഫാമിലിയിലാണെങ്കിലും ഫാമിലിയിലെ ലീഡർഷിപ്പിൽ വരുന്നവരാണ് പാരൻസ്. പക്ഷേ മക്കൾ പലപ്പോഴും പാരൻസിനേക്കാൾ മിടുക്കരായിരിക്കാം. അവരുടെ അഭിപ്രായങ്ങൾ മികച്ചതാണെങ്കിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഫാമിലിക്ക് തീർച്ചയായിട്ടും ഗുണകരമാവും. ലീഡറിലെ അടുത്ത അക്ഷരമാണ് E എന്ന് പറഞ്ഞ എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത. അതിനെ സഹജാവബോധം എന്നൊക്കെ പറയും. ആളുകളെ മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു ടെക്നിക്കില്ല. അക്കംപ്ലിഷ് കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലീഡർഷിപ്പ് എടുക്കുന്നത്, ആ കാര്യം നടത്തണം, അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. D, അതും കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യങ്ങൾ നടത്തണമെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം, അതാണ് ഡ്രൈവ്. എൻകറേജ്, പ്രോത്സാഹനം. കൂടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആളാണ് ലീഡർ. റെക്കഗ്നൈസ്, കൂടെ നിൽക്കുന്നവരെ അംഗീകരിക്കുക. ഇങ്ങനെയുള്ള ഒരാളാണ് ടീം ലീഡർ.
ഇതിൽ 2 കാര്യങ്ങൾ കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ടാസ്ക് ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കി 4 പീപ്പിൾ ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ടവരാണെന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. 2, കൂടെയുള്ള ആളുകളെ പഠിക്കണം. അവരാരാണ്, എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിൽ അവർക്ക് കഴിവുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനത്തിലെ ഒരു 20% ആളുകളായിരിക്കും 80% ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ഈ ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്താൻ ഒരു ലീഡർക്ക് കഴിയണം. അവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താനും കഴിയണം. അതിന് ആളുകളുമായിട്ട് നല്ല ബന്ധം വേണം. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ജാപ്പനീസ് ടെക്നിക്കുണ്ട്, മാനേജ്മെൻറ്റ് ബൈ വാക്കിംഗ് അറൗണ്ട്. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ ലീഡർഷിപ്പിലിരിക്കുന്നവർ വ്യക്തികളുമായിട്ട് വളരെ അകലം പാലിച്ചിരിക്കുന്നവരാണ്. അടച്ചിട്ട AC മുറിയിൽ ഒരു ഈച്ച പോലും കടക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും ഇവരിയ്ക്കുന്നത്. പലപ്പോഴും അങ്ങോട്ട് ആളുകൾ വരുന്നത് സ്വാഗതം ചെയ്യാറുമില്ല. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ കുട്ടികളെ ഈ ചില്ലുവാതിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ അകത്തേക്ക് വിളിക്കുമായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി എന്നോടൊന്ന് പറയുകയാണ്, ടീച്ചർ അന്ന് പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഞങ്ങൾ ആ വാതിക്കയിലൊക്കെ വരുമ്പോൾ എപ്പോഴും വാന്ന് വിളിക്കുമായിരുന്നു. പിന്നെ വന്നൊരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ഞങ്ങളെ കാണുമ്പോഴേ പോന്ന് പറയും. ലീഡറുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ആ സ്വാതന്ത്ര്യം കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒന്നാണ്. കൂടെ നിൽക്കുന്ന വ്യക്തികളുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ലീഡർഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3ാമത്തേത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു ബന്ധവും സാധ്യമല്ല. ചില ലീഡേഴ്സ് പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രശ്നവുമായിട്ട് ചെല്ലുന്നവരോട് എനിക്കൊന്നും കേൾക്കണ്ട. പിന്നെ എന്താണ് ആ ലീഡറിൻ്റെ ദൗത്യം? ശ്രദ്ധിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിൽ ആദ്യത്തെ കാര്യം. വാക്കിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വാക്കിലൂടെ അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തായാലും നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും തരുന്ന രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു മാനസിക ഭാവം നേതാവിനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ടെൻഷനായിരിക്കും അല്ലേ അവിടെ. നമ്മുടെ മുമ്പിൽ തന്നെ ചില ഉദാഹരണങ്ങളുണ്ട്. കേരളം ഭരിച്ചിരുന്ന നായനാർ എന്ന മുഖ്യമന്ത്രിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ആരോട് കയർത്ത് സംസാരിച്ച് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എത്ര നർമ്മം കലർത്തിയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും. അപ്പോൾ ഇത് പറയുമ്പോൾ വേറെ ചില നേതാക്കന്മാരും നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. ആളുകളോട് കയർത്ത് സംസാരിക്കുക. അധികാര കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് ആളുകൾ അതൊക്കെ സഹിക്കുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തുമാത്രം വെറുപ്പും അനിഷ്ടവും ഉണ്ടാവുമല്ലേ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും ചെയ്താൽ മതി. സംസാരിക്കുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും ശ്രദ്ധിക്കാൻ തയ്യാറാവുക. പിന്നെ ഈ നാവെടുക്കുന്നതിന് മുമ്പ് ഒരു ചിന്ത, അപ്പുറത്താരാണ്, എൻ്റെ ഒരു ദൗത്യത്തിൽ എന്നോടൊപ്പം നിന്ന് എനിക്ക് സഹായം ചെയ്യേണ്ട ഒരാളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അയാളോട് തീർച്ചയായിട്ടും ഞാൻ ബഹുമാനത്തോടു കൂടി സംസാരിച്ചേ മതിയാവും. 4ാമത്തെ കാര്യം, ഒരു ലീഡർക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഇമോഷണൽ കൺട്രോൾ. മനുഷ്യർ ഇമോഷണലാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഈ മൂഡ് വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പലപ്പോഴും ഈ സ്ഥാപന മേധാവികളായിട്ട് വരുന്നവരെ കുറിച്ച് ആളുകൾ ഒരുപാട് റിസർച്ച് നടത്താറുണ്ട്. ഇയാൾ നേരത്തെ എങ്ങനെയായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ, ആളുകളോടൊക്കെ ചാടിക്കടിക്കുകയോ ഷൗട്ട് ചെയ്യുമോ, ഇതൊക്കെ ആളുകളുടെ വല്ലാത്തൊരു കൺസേൺ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നോ, നമ്മൾ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് കരുതുകയും അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും വേണം. ലീഡർക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ എപ്പോഴും മൂഡ് വേരിയേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ്. അത് മാറ്റിയെടുക്കാൻ ബോധപൂർവമായിട്ട് ശ്രമിക്കണം. അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിന് നമ്മുടെ തോട്ട് പ്രോസസ്സ് റീഡയറക്റ്റ് ചെയ്യാൻ പഠിക്കണം. മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം അതിനെ സഹായിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടി ശ്രമിച്ചേ മതിയാവും. അല്ലാതെ എൻ്റെ സ്വഭാവം എന്ത് ചെയ്യാം, ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയണതിൽ ഒരു ന്യായീകരണവും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാവും. ഫാമിലിയിലും അങ്ങനെയല്ലേ, അച്ഛനും അമ്മയൊക്കെ മൂഡ് വേരിയേഷൻ ഉള്ളവരാണ്, അവരെപ്പോഴും ഫൈറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണല്ലേ. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസും പറയാതെ ഇതൊക്കെ പരിശീലിക്കുക. 5ാമത്തെ കാര്യം, ഡെലിഗേഷൻ. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക, മറ്റുള്ളവരുടെ സഹകരണം തേടുക. ഇത് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിരിക്കണം. ഇതൊന്നും ഓർക്കാതെ ചിലർ പറയണ കേട്ടിട്ടില്ലേ, ഒന്നും പറയണ്ട, എൻ്റെ കൂടെ ഒരു 4-5 ഉണ്ട്, അവരുള്ളിടത്തോളം കാലം എനിക്ക് തോന്നണില്ല അവിടെ നല്ലതെന്തെങ്കിലും നടക്കുമെന്ന്. അവിടെ എന്താ സംഭവിക്കുക, ലീഡർ മറന്നുപോയി
ഇത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു കാര്യം. ചില ആളുകളുടെ പ്രശ്നമാണെങ്കിൽ എല്ലാത്തിലും അവർക്ക് കൈ കടത്തണം, മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കില്ല. അവിടെ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആൾക്ക് സാധിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ ആരാണ് പറ്റിയ ആളെന്ന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റിയ ഒരാൾ ആരാണ് അത് കണ്ടെത്താൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഡെലിഗേഷൻ എന്നുള്ളത് ഒരു കലയാണ്, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളത്. നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ നടത്തിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അത് നടത്താൻ അവരെ സഹായിക്കണം. അവരുടെ ആ സഹകരണം നേടിയെടുക്കുന്ന തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലീഡർക്കാവണം. നമ്മൾ വേറൊരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ, നമുക്കിത് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ സഹകരണം തരാൻ മറ്റേയാൾ തയ്യാറാകും. ഇത് പോയി ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സഹകരണം ഉണ്ടായെന്ന് വരില്ല. മറ്റുള്ളവരുടെ സഹകരണം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ചില ആശയവിനിമയ രീതികളുമുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല. ആ സന്ദർഭത്തിൽ അക്കാര്യങ്ങൾ ചെയ്യാൻ ലീഡർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ അവിടെ വ്യത്യാസം വരും. ഞാൻ ക്ലാസ് റൂമിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ താഴെയൊക്കെ ചപ്പു ചവറൊക്കെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ക്ലാസ് തുടങ്ങാം. അപ്പോൾ കുട്ടികൾ അനങ്ങില്ല കേട്ടോ. പക്ഷെ നമ്മളൊരു ചവറ് പെറുക്കാൻ തയ്യാറായാൽ അവരുടനെ ചാടി വീഴും. അയ്യോ ടീച്ചർ, ഞങ്ങൾ പെറുക്കി കളയാം. പക്ഷെ ഇവിടെയും നമുക്കൊരു തോന്നലുണ്ട്, ഞാൻ പെറുക്കാൻ തുടങ്ങിയാൽ എന്നും നമ്മൾ പെറുക്കേണ്ടി വരുമോ? അങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. ലീഡർഷിപ്പ് റോളിലുള്ള ആൾ അതിന് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രേരണയാണ് മറ്റുള്ളവർക്ക് ആ കാര്യം ചെയ്യാൻ. ആറാമത്തെ കാര്യം, നമ്മൾ എന്തിൻ്റെയാണ് നേതൃത്വം ഏറ്റെടുക്കുന്നത് അക്കാര്യത്തെക്കുറിച്ച് അറിവ് നമുക്കുണ്ടാവണം. അറിയാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല. പാരൻ്റ് റോൾ ഒരു ലീഡർഷിപ്പ് റോളാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ച് അറിയണം. പാരൻറ്റിങ് സ്റ്റൈൽസ് ഏതെല്ലാമാണ്, ഏത് സ്റ്റൈൽ സ്വീകരിച്ചാലാണ് സക്സസ്ഫുൾ ആകുക, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയാനുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാകുമ്പോൾ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ് നമുക്കുണ്ടാവണം. അവിടെയുള്ള ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തം എന്തൊക്കെയാണ്, അവരത് നിർവഹിക്കുന്നുണ്ടോ, നിർവഹിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അപ്പോൾ ഇതേക്കുറിച്ചുള്ള അറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, അറിവുള്ള ഒരാളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരും. അറിവുള്ള ആളുകളുടെ കൂടെ ജോലി ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പണ്ടുണ്ടായിരുന്നൊരു പ്രിൻസിപ്പലിൻ്റെ ഒരു ഡയലോഗ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരും കേട്ടോ. എന്ത് കാര്യവും ചെയ്യുമ്പോഴും ഈ ഒരു ഡയലോഗ് കൂടെ ചേർക്കും, എനിക്കിതൊന്നും അറിയില്ലല്ലോ, എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ലീഡർഷിപ്പ് റോളിലിരിക്കുന്ന ആൾ അറിയില്ല എന്ന് പറയരുത്. അറിയാനുള്ള മാർഗം തേടണം. അല്ലാതെ കൂടെയുള്ളവരോടൊക്കെ എനിക്കിതറിയില്ലല്ലോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുമ്പിൽ ഒരുപാട് താണു പോകുന്ന അവസ്ഥയല്ലേ വരുന്നത്. ലീഡറിന് കാര്യങ്ങൾ അറിയാം, അയാൾ ഇത് നിർവഹിക്കാൻ പ്രാപ്തിയായിട്ടുള്ള ഒരാളാണെന്ന് കാണുമ്പോഴല്ലേ നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാവും. ലീഡർഷിപ്പ് എന്നുള്ളത് വളരെ ബൃഹത്തായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് വരുന്ന ആൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. എനിക്കൊരു നല്ല ലീഡറാകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഒരു ലീഡറുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ടത്. അതുണ്ടായി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങളോടൊപ്പം ഇനി എന്ത് ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ടാവും. എന്ന് നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ് ലീഡർഷിപ്പ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആരും ഒരു ലീഡർഷിപ്പിന് അവസരം വന്നാൽ അത് കൈവിട്ട് കളയരുത്. പലരും പരാതിപ്പെടുന്നത് കാണാം, വല്ലാത്ത ബോറടിയാണ്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ചേഞ്ചസ് ആവശ്യമാണ്. ആ ഒരു ചേഞ്ചിനെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ പല സന്ദർഭങ്ങളിലും ലീഡർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. കാരണം ലീഡർഷിപ്പ് റോളിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ലീഡർഷിപ്പിനുള്ള ചില അവസരങ്ങൾ വന്നാൽ ഒഴിഞ്ഞു മാറാൻ ചിലപ്പോൾ സന്ദർഭം കിട്ടിയേക്കാം. ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരാം. ഏത് സാഹചര്യത്തിലായാലും ലീഡർഷിപ്പ് ഏറ്റവും വിജയപ്രദമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്